ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 74. നമ്മൾ ഇതുവരെ 41 ഉപനിഷത്തുകൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് 42ാമത്തേതായിട്ട് നമ്മൾ കൈവല്യോപനിഷത്താണ് എടുക്കുന്നത്. ഇത് 3 ഭാഗമായിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേതിൽ ജന്മാർജിത പാപമുക്തിക്കുള്ള വഴിയാണ് പറയുന്നത്. പാപമുക്തി എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാപം പിടിച്ച ഒരു പരിപാടി തന്നെയാണ്. അതെന്താണെന്നല്ല പിന്നീട് പറയും. അപ്പോൾ അതിൽ നിന്ന് മുക്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തരം ജീവിതശൈലിയുണ്ട്. ഒന്ന് ഭൗതിക ലോകം, ഭൗതിക സുഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് അതേസമയം കുറേ കഷ്ടപ്പാടുണ്ട്. അതുകൊണ്ടാണ് പാപം എന്നെല്ലാം പറയുന്നത്. എല്ലാം കൂടുതൽ പിന്നീട് പറയും. ആ ഭൗതിക ലോകത്തിൽ ജീവിച്ചു പോകുക, സുഖദുഃഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട്. അല്ലെങ്കിൽ ഇതിനെയെല്ലാം കംപ്ലീറ്റ് 100% ഉപേക്ഷിച്ചുകൊണ്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കുക, ബ്രഹ്മസമാനം നിർഗുണമായ അവസ്ഥയിലേക്ക് മാറുക. അതാണ് ആത്മീയ വശം. അത് ആർക്കാണ് വിധിച്ചിട്ടുള്ളത് എന്നെല്ലാം ഇവിടെ പറഞ്ഞു തരുന്നത്. ആർക്കാണ് അതിന് അർഹതയുള്ളത്, അതിൻ്റെ അവസ്ഥ എന്താണ്, അതിലേക്ക് പോകുന്നവർ എങ്ങനെ പോകണം എന്നീ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നത്. എല്ലാ ഉപനിഷത്തിലും പറയുന്ന അതേ ശൈലി തന്നെയാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ പലതരത്തിൽ പറഞ്ഞു തരികയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുന്നതെന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഹരി ഓം. കൈവല്യോപനിഷത്ത്. അധീഹി ഭഗവൻ ബ്രഹ്മവിദ്യാം വരിഷ്ഠാം സദാ സദ്ഭി സേവ്യമാനാം നിഗൂഢാം യഥാചിരാത് സർവപാപം വിപോഹ്യ പരാത് പരം പുരുഷം യാതി വിദ്വാൻ. അശ്വാലായന മഹർഷി ബ്രഹ്മാവിനെ സമീപിച്ച് ബ്രഹ്മവിദ്യ മനസ്സിലാക്കുവാനായി ഏതു മാർഗത്തിലൂടെയാണ് മഹാന്മാർ സഞ്ചരിക്കേണ്ടതെന്നും ഏതു വഴിയാണ് പൂർവജന്മാർജിതമായ പാപമുക്തി കൈവരിക്കുന്നതെന്നും ഏതു വഴിയാണ് ബ്രഹ്മപ്രാപ്തി നേടുന്നതെന്നും ഉപദേശിക്കുവാൻ വിനയപൂർവം ആവശ്യപ്പെടുന്നു. ഇതില് ആശ്വാലായന മഹർഷി, ഒരു മഹർഷി ബ്രഹ്മാവിനെ സമീപിച്ചിട്ട് ബ്രഹ്മവിദ്യ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബ്രഹ്മാവിനെ സമീപിച്ചിട്ട് ബ്രഹ്മസാക്ഷാത്കാരം അല്ലെങ്കിൽ മുക്തി നേടാൻ ശ്രമിക്കുന്നവർ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത്, എങ്ങനെ അതിലൂടെ പാപമുക്തി കൈവരാം, അതിനുള്ള വഴിയെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറയുന്നതായിട്ടാണ് അടുത്ത മന്ത്രത്തിലൂടെ പറയുന്നത്. അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. വഴി മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബ്രഹ്മാവിനെ സമീപിച്ചിട്ട് പറയുന്നു എന്ന് പറയാൻ കാരണം, ഇതിന് പിൽക്കാലത്ത് പല ദുർവ്യാഖ്യാനങ്ങളും വരും. അതുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറമൊന്നുമില്ല. പിന്നെ ആർക്കും അതിനെ വ്യാഖ്യാനിക്കാനൊന്നും പറ്റില്ല. അത്രയും വ്യക്തമായിട്ട് ബ്രഹ്മാവ് പറഞ്ഞതില്ല. ബ്രഹ്മാവിനെ കൊണ്ട് എന്തിനാണ് പറയിപ്പിക്കുന്നത്? കാരണം ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരാളെ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് ഒരു കർമ്മം, അവനൊരു കർമ്മമുണ്ട്, അതിനാണ് സൃഷ്ടിക്കുന്നത്. കുറേ ജോലി എടുപ്പിക്കാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ജോലിയാണ്? ലോകം ഘട്ടം ഘട്ടമായിട്ട് പുരോഗമിച്ചിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൽ മനുഷ്യനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കണം. അവൻ മനുഷ്യനെ ജയിപ്പിക്കും, അവനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ഭൗതിക ലോകം. അപ്പോൾ കർമ്മം ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിടുന്നു. ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അവൻ ഓടി നടക്കുന്നു. അവൻ വിചാരിക്കുന്ന അവനെ തന്നെ തോന്നുന്നതാണെന്നല്ല, അവനിലൊരു ആഗ്രഹം ഉണ്ടാക്കിയിട്ടിട്ട് ബ്രഹ്മാവ് എന്താണോ, ലോകം എങ്ങനെയാണോ പുരോഗതിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നത്, ആ വഴിയിൽ കൂടി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളത് അറിയുന്നില്ല. ഇതാണ് ഭൗതിക ലോകം. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ജോലി തീരുന്നില്ല. അല്ലെങ്കിൽ ജോലി എന്ന് പറഞ്ഞാൽ അതൃപ്തിയിൽ നിന്നാണ്. നമുക്ക് എന്തോ നേടാൻ കിടക്കുമ്പോഴാണ് അപ്പോൾ അതൃപ്തി, അതിലൂടെയാണ് നമ്മൾ അത് കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്നത്.
അപ്പോഴും നമ്മൾ ഒരിക്കലും ആഗ്രഹങ്ങൾ പൂർണ്ണമായി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരവസ്ഥയിലില്ല. അതുകൊണ്ടാണ് പാപികൾ എന്ന് പറയുന്നത്. ജന്മ ജന്മത്തിലൂടെ ആർജിതമായ പാപം. കാരണം കഴിഞ്ഞ ജന്മത്തിലേ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കിയാണ് ഇപ്പം ചെയ്യിപ്പിക്കുന്നത്. ലോകം പുരോഗമിക്കുകയല്ലേ. കഴിഞ്ഞ ജന്മത്തിൽ കുറച്ച് ചെയ്തു, പിന്നെ ഈ ജന്മത്തിൽ ജനിപ്പിച്ചിട്ട് ബാക്കി ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. അതെപ്പോഴോ വരെയുണ്ട്? ലോകം അവസാനിക്കുന്ന വരെ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഇല്ല, ഭൂരിപക്ഷം പേർക്കും ഉണ്ട്. അപ്പം ഇതുകൊണ്ടാണ് പാപം എന്ന് പറയുന്നത്. ഈ ജോലി നമുക്ക്, കാരണം നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ആർക്കും ഈ പ്രപഞ്ചത്തിൽ ആർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല. അപ്പം കിട്ടാതിരിക്കുമ്പോൾ പിന്നെ ഒന്ന് ആഗ്രഹം സാധിക്കുമ്പോൾ അടുത്ത് ഉണ്ടാക്കിയിടും. അപ്പം അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും അവൻ്റെ കർമ്മം തീരുമ്പോൾ പിന്നെ ബ്രഹ്മാവിൻ്റെ എന്തില്ല, ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല. അപ്പം ഞാൻ ജനിച്ചു, കുറേ എൻ്റെ കർമ്മേലം ചെയ്ത് തീർന്നു എന്ന് വെച്ചു. ഇനി ബ്രഹ്മാവിന് തോന്നുന്നു ഇവനെ കൊണ്ടൊന്നും ജയിപ്പിക്കാനില്ലെങ്കിൽ പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പം വിരക്തി വരും. നമ്മൾ ഇതിൽ നിന്നും, ഈ ഒരു ജോലിയിൽ നിന്നും മുക്തമായി, ജോലിയിൽ നിന്നോ, ജോലി എപ്പോഴും അതൃപ്തിയാണല്ലോ, അതുകൊണ്ട് ആ പാപികൾ എന്ന് പറയുന്നത്, പാപം. അതുകൊണ്ട് പിന്നെ എന്തായി, നമുക്ക് ആഗ്രഹങ്ങളില്ല, അതിൻ്റെ പിന്നാലെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചക്രത്തിൽ നിന്നും മുക്തമായി. അങ്ങനെ മുക്തമാകുന്നവർക്ക് പോകുവാനുള്ള സ്ഥലമാണ് ബ്രഹ്മസാക്ഷാത്കാരം. അല്ലാതെ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റില്ല, അതിനെപ്പറ്റി ചിന്തിച്ചിട്ടും കാര്യമില്ല. മുക്തമാകുന്നവർ എന്ത് ചെയ്യും? ഇതെല്ലാം കൈമേടിഞ്ഞിട്ട് പിന്നെ ഭൗതിക ലോകത്തിൽ അവന് ചിന്തയില്ല, അവനങ്ങ് പോയി കളയും. അത് അർജുനനും ഒരു കാലത്ത് യുദ്ധത്തിന് ഭീഷ്മരെയെല്ലാം വധിക്കേണ്ട ആവശ്യം വന്നപ്പോൾ, എന്നാൽ പിന്നെ കൃഷ്ണനോട് ചോദിച്ചു, എന്നാൽ ഇതിന് നല്ലൊരു വഴിയില്ല, നമുക്ക് ആത്മീയത്തിലേക്ക് തിരിയാലോ, അങ്ങ് ബ്രഹ്മസാക്ഷാത്കാരത്തിന്, ഈ നല്ല മുക്തി കിട്ടിയിട്ട് ഓടാൻ വേണ്ടി. കൃഷ്ണൻ പറഞ്ഞ അതിനല്ല, നിന്റെ ക്ഷത്രിയനായിട്ട് സൃഷ്ടിച്ചത് ഈ കർമ്മം ചെയ്യാനാണ്, ഇത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഇതാണ് ആത്മീയത. ആത്മീയത എല്ലാവരും പറയുന്ന കാര്യം ശരി തന്നെയാണ്. മുക്തി ലഭിക്കുക. എങ്ങനെയാണ് മുക്തി ലഭിക്കുക? ഈ പ്രപഞ്ച സൃഷ്ടി കർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ട് കർമ്മം ചെയ്യുന്നതിൽ നിന്നും മുക്തി നേടി അങ്ങ് പോവുക. അത് ആർക്കേ പറ്റൂ? കർമ്മം തീർന്നവന് മാത്രമേ പറ്റുകയുള്ളൂ. എല്ലാത്തവർക്കും പറഞ്ഞതല്ല ആത്മീയത. എല്ലാത്തവർക്ക് പറഞ്ഞതല്ല. ഇതിൻ്റെ നടുക്ക് പകുതി ആത്മീയതയും പകുതി ഭൗതികതയും, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ബ്രഹ്മാവിനെ കൊണ്ട് തന്നെ പ്രവർത്തിച്ചത്. ബ്രഹ്മാവിനാണ് അറിയുന്നത് ഇവൻ്റെ പണി തീർത്തെങ്കിൽ അവ ശരി, എന്നാൽ പിന്നെ നീ പോട്, ഇനിയുള്ള കാലം നീ ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ട് പോട്, ഇനി നിനക്ക് പുനർജന്മമില്ല എന്ന് ബ്രഹ്മാവ് തീരുമാനിക്കണം. അതുകൊണ്ടാണ് ബ്രഹ്മാവ് പറയുന്നതായിട്ട് ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഏറ്റവും മുകളിലുള്ള സൃഷ്ടിച്ച കക്ഷീനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. രണ്ടാമത്തത്, ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത് നമ്മളെ ഓരോ കർമ്മത്തിന് വേണ്ടിയാണ്. ആ കർമ്മം ചെയ്ത് പോയേ പറ്റൂ. അല്ലാതെ നമുക്ക് മോക്ഷം നേടാൻ പറ്റില്ല. മോക്ഷം നേടാൻ അർഹതയുള്ളവർ ബ്രഹ്മാവ് തീരുമാനിക്കുന്നതാണ്. ഇവൻ്റെ ജോലിയെല്ലാം തീർന്നു കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ, ശരി, നിന്നെ ഇനി മോക്ഷത്തിലേക്ക്, മുക്തിയിലേക്ക് നിനക്ക് മുക്തി നേടി പോകാം. നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് നമ്മൾ ചിന്തിക്കും, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു കഷ്ടമാപ്പ, ഇവർക്കൊന്നും പഠിക്കണ്ട, വലിയ ആൾക്കാർക്ക് അവരെല്ലാം ജോലിയെടുത്ത് സൂചിച്ച് നടക്കുകയാണ്, ഈ പഠിപ്പൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നായിരിക്കും അന്നേരത്തെ ചിന്ത. നേരെ മറിച്ച് പഠിപ്പെല്ലാം തീർന്നിട്ട് ജോലിയിലെടുക്കുമ്പോൾ കുടുംബ പ്രാരാബ്ധങ്ങളെല്ലാം കാണുമ്പോൾ ആലോചിക്കുക, അയ്യയാ, ചെറിയ കാലത്തെ പഠിക്കുന്ന പിള്ളേർക്ക് ഇതൊന്നും അറിയണ്ടല്ലോ, എന്ത് സുഖം. അപ്പം എപ്പോഴും ഇതാണ് അവസ്ഥ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു ഇനി ജോലി കിട്ടേക്കാം, അതിന് വേണ്ടിയിട്ട് പഠിച്ച് എങ്ങനെയെങ്കിലും തീർത്തിയിട്ട് ജോലി എടുക്കാനും. ജോലി എടുക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ഇതെല്ലാം മതിയാക്കിയിട്ട് ഒന്ന് പഠിക്കാൻ പോയാൽ മതിയായിരുന്നു, നമുക്ക് ഈ ബാധ്യതകളൊന്നും ഇല്ല. അപ്പോൾ ഒരിക്കലും മനുഷ്യനെന്തില്ല, തൃപ്തിയില്ല, തൃപ്തി ഉണ്ടാവില്ല. തൃപ്തി ഇല്ലാതിരിക്കുമ്പോഴേ കർമ്മം ചെയ്യുകയുള്ളൂ. അപ്പം അങ്ങനെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ബ്രഹ്മാവ് പറയുന്നതെന്ന് ഇനി നോക്കാം. തസ്മൈ സഹോവാച പിതാമഹ
ശ്രദ്ധ ഭക്തിധ്യാനയോഗാദവൈഃ ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗനൈകേ അമൃതത്വമാനശു പരേണ നാഗം നിഹിതം ഗുഹായാം വിഭ്രാജതേ യദ്യതയോ വിശന്തി. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ശ്രദ്ധ, ഭക്തി, ധ്യാനം, യോഗം എന്നിവയിലൂടെ അത് നേടണം. ധനം കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഈ തത്വം ഗ്രഹിക്കുവാനാകില്ല. ത്യാഗത്താലാണ് ബ്രഹ്മജ്ഞാനികൾ അത് നേടേണ്ടത്. സ്വർഗത്തിനും മുകളിലുള്ള ആ ബ്രഹ്മപ്രാപ്തി സംയമികൾക്കും യോഗികൾക്കും മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ബ്രഹ്മാവ് പറയുകയാണ് ശ്രദ്ധ. നമ്മൾ ആദ്യം ശ്രദ്ധ വേണം. എന്തിനേക്ക്? എന്താണ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളിൽ ശരിയായ അഗാധമായ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രഹ്മമാണ്, നമ്മളെല്ലാം ആ ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൻ്റെ അംശമാണ്, ബ്രഹ്മമാണ് നമ്മളെ കൊണ്ട് ഇത് ബ്രഹ്മമേ ഉള്ളൂ യഥാർത്ഥത്തിൽ, ബാക്കിയെല്ലാം ഇതല്ല അതിൻ്റെ മായയാണ് എന്നുള്ള ചിന്തയോടുകൂടി അതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ധ്യാനിക്കണം. അപ്പം ശ്രദ്ധ, ഭക്തി, ധ്യാനിക്കണം. ധ്യാനിക്കണമെങ്കിൽ നല്ല ശ്രദ്ധയുണ്ടെങ്കിലേ പറ്റൂ. ഏനെപ്പറ്റി തന്നെ ചിന്തിക്കണം, ഈ ഭൗതിക ലോകമെല്ലാം മിഥ്യയാണ്, ഇതെല്ലാം ബ്രഹ്മവിധേയമാരി നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ട് ചെയ്യിപ്പിക്കുന്ന പരിപാടിയാണ്. ആഗ്രഹങ്ങളെല്ലാം അത് ഉണ്ടാക്കിയിടുന്നതാണ്. നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഒരിക്കലും തൃപ്തി കിട്ടാൻ പോകുന്നില്ല. കിട്ടും, ഒരാഗ്രഹം സാധിക്കുമ്പോൾ ഒരു ചെറിയ തൃപ്തി കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ആഗ്രഹം ഉണ്ടാക്കും, പിന്നെ അതിൻ്റെ പിന്നാലെ ഓട്ടം. അപ്പം ധ്യാനം വേണം. പിന്നെ എന്ത് വേണം? അങ്ങനെ ധ്യാനിച്ച് എപ്പോഴും അതിനെ തന്നെ ചിന്തിച്ചിരുന്ന് ഒടുവിൽ യോഗം, നമ്മൾ ആ ബ്രഹ്മവുമായി യോജിക്കും. അതായത് നമ്മളിൽ ഒരു ജീവാത്മാവിനെ ഉണ്ടാക്കിയിട്ടാണ്, അതിലാണ് ഈ വിചാരങ്ങൾ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാക്കിയിടുന്നത്. അതിൻ്റെ അകത്ത് ആ പരമാത്മാവ് ഇരിക്കുന്നത്, അത് നിർഗുണമാണ്. അപ്പം നമ്മൾ ഈ ആഗ്രഹങ്ങൾ ഇല്ലാതായിരിക്കുമ്പോൾ ഈ ജീവാത്മാവ് പോയി പരമാത്മാവിലേക്ക്, അത് രണ്ടും ഒന്നായിത്തീരും. അതാണ് യോഗം എന്ന് പറയുന്നത്. എന്നിവയിലൂടെയാണ് അത് നേടേണ്ടത് എന്ന് പറഞ്ഞു തരികയാണ്. എല്ലാവർക്കും ഒന്നും പറ്റില്ല. ധനം കൊണ്ടോ കുറേ പണം ഉണ്ടായത് കൊണ്ട് ഇത് കിട്ടാൻ പോകുന്നില്ല. സന്താനങ്ങൾ കൊണ്ടോ കുറേ സന്താനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. കർമ്മങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് അത് നേടിക്കളയാൻ പറ്റും, യോഗയെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അങ്ങ് നേടിക്കളയാമെന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. കാരണം എന്തുകൊണ്ട്? അത് നമ്മളെ ഈ ജോലി ചെയ്യിപ്പിക്കുന്നതിൽ നിന്നും ഇനി നീ ചെയ്യണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണം. നമുക്ക് മുക്തി തരണം, ഇതിൽ നിന്നെല്ലാം പിടിപ്പിച്ചിട്ട് നീ പോകണമെന്ന് നമ്മളെ അവസ്ഥയിൽ ഉണ്ടാകുമ്പോഴേ നമുക്ക് മനസ്സിൽ ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുകയുള്ളൂ, നമ്മൾ ആ വഴിക്ക് പോകാൻ പറ്റുകയുള്ളൂ. കർമ്മങ്ങൾ കൊണ്ടോ ഈ തത്വം ഗ്രഹിക്കുവാനാവില്ല. ഈ തത്വം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ടൊന്നും ഈ സത്യം മനസ്സിലാക്കാൻ പറ്റില്ല. ത്യാഗത്താലാണ് ബ്രഹ്മജ്ഞാനികൾ അത് നേടുന്നത്. നമ്മൾ ത്യാഗം ചെയ്യണം. നമ്മുടെ ജീവിതം മുഴുവൻ ഇനി ഭൗതിക ലോകമായിട്ട് നമുക്കൊന്നുമില്ല, ഒരു ബന്ധവുമില്ല. നമ്മളെ കുടുംബത്തെ ത്യാഗം ചെയ്യുന്നു, നമ്മളെ വിദ്യയെ ത്യാഗം ചെയ്യുന്നു, നമ്മളെ വസ്ത്രങ്ങളടക്കെടുത്ത് ദൂരക്കളയുന്നു. ഈ ഭൗതിക ലോകത്തിൽ ഒരു ചുക്കും എനിക്ക് വേണ്ട, ഒരു കൂട്ടുകെട്ടും എനിക്ക് വേണ്ട, എനിക്കാരെയും പഠിപ്പിക്കണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കളഞ്ഞുകെട്ടി ത്യജിക്കുക. എല്ലാം ഈ ശരീരത്തെ തന്നെ ത്യജിക്കുക. അതാണ് ത്യാഗത്താലാണ് ബ്രഹ്മജ്ഞാനികൾ അത് നേടുന്നത്. സ്വർഗത്തിന് മുകളിലുള്ള ആ ബ്രഹ്മപ്രാപ്തി സംയമികൾക്കും യോഗികൾക്കും മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ യോഗികൾ എന്ന് പറഞ്ഞാൽ യോഗയിലൂടെയും മറ്റും അതിൽ പോയി ചേരാൻ ആഗ്രഹിക്കുന്നവർ, ബ്രഹ്മത്തിൽ ലയിക്കും, യോഗം സംഭവിക്കുക, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള യോഗം സംഭവിക്കാൻ വേണ്ടി അതിലേക്ക് നീങ്ങുന്നവരെയാണ് യോഗികളെന്നെല്ലാം പറയുന്നത്. അതിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. പിന്നെ അവർക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ, ബാക്കി ആർക്കും ലഭിക്കുകയൊന്നുമില്ല. അപ്പോൾ അത് ലഭിക്കേണ്ടിക്ക് ആ ഒരു മാനസിക അവസ്ഥ വരണം. എന്നിട്ട് ബ്രഹ്മത്തിൽ ലയിക്കുവാനുള്ള ഒരു മനസ്ഥിതിയോടുകൂടി ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് പോകാൻ ആർക്ക് പറ്റുന്നു അവർക്കേ അത്
സാധിക്കുകയുള്ളൂ. അത് ആർക്കാണ് സാധിക്കുന്നത്? ബ്രഹ്മാവ് തീരുമാനിക്കുന്നു, ഇവനെ കൊണ്ട് ഇനി ജോലിയൊന്നും ചെയ്യിപ്പിക്കാനില്ല, നീ പോടുന്ന് പറയുമ്പോൾ പിന്നെ അവന് പോയി. അപ്പം പിന്നെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്തതിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ സന്യാസയോഗാദ്യതയ ശുദ്ധസത്വ തേ ബ്രഹ്മലോകേഷു പരാന്തകാലേ പരാമൃത പരിമുച്യന്തി സർവേ. വേദ അധ്യയനത്തിലൂടെ ആദ്യം ആ പരമമായ വിജ്ഞാനം ആർജിക്കുക. ശ്രവണ മനന യോഗാഭ്യാസത്താൽ പരമപദം പോകാം. അന്ധകരണ ശുദ്ധി അത്യാവശ്യമാണ്. അത്തരത്തിൽ പ്രയത്നിക്കുന്ന യോഗികൾക്ക് മാത്രം കൽപ്പാന്തകാലത്ത് അമൃതത്വ പ്രാപ്തി ലഭിക്കും. അപ്പോൾ അങ്ങനെ ഒരു മനോഗതി, അതായത് ബ്രഹ്മാവ് തന്നെ അല്ലെങ്കിൽ സൃഷ്ടികർത്താവ് നമ്മളുടെ കർമ്മങ്ങളെല്ലാം എന്ത് കർമ്മമാണോ ചെയ്യിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ചത് ആ കർമ്മമെല്ലാം തീർന്ന് ഇനിയുള്ള ജന്മങ്ങളിലും ഒന്നും ചെയ്യാനില്ല എന്ന് വരുമ്പോൾ നമ്മളിൽ വിരക്തി ഉണ്ടാകും. അങ്ങനെയുള്ളവർ ആദ്യം എന്താണ് ചെയ്യുക എന്നാണ് പറയുന്നത്? വേദ അധ്യയനത്തിലൂടെ ആദ്യം ആ പരമമായ വിജ്ഞാനം ആർജിക്കുക. അങ്ങനെ ഒരാൾ ആ അവസ്ഥയിലെത്തുമ്പോൾ വേദ ഉപനിഷത്തുകളിലെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഈ തത്വം. എത്രയോ ഉപനിഷത്തിലൂടെ ഇത് പറഞ്ഞ ഇതെല്ലാം വായിച്ചിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശ്രവണം, ആരെങ്കിലും അത് പറയുന്നുണ്ട് കേൾക്കുക. മനനം, യോഗാഭ്യാസത്താൽ പരമപദം പോകാം. യോഗാഭ്യാസത്തിലൂടെ അത്തരം ആൾക്കാർക്ക് വേണ്ട ചില യോഗാഭ്യാസങ്ങളും അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, കാരണം മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും പറ്റില്ല, ചഞ്ചലമായ മനസ്സാണ്. എത്ര വിരക്തി വന്നു കഴിഞ്ഞാലും ചിലപ്പോഴെല്ലാം വഴിതെറ്റിപ്പോവും. കാരണം ആ ശക്തി ഇടയ്ക്ക് കയറി ഓരോന്ന് പ്രേരിപ്പിക്കും. ഇപ്പം യോഗാഭ്യാസത്തിലൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആ പരമപദം പോകാൻ പറ്റും അവർക്ക്. അന്ധകരണ ശുദ്ധി അത്യാവശ്യം. അന്ധകരണത്തിലാണ് ഈ ആഗ്രഹങ്ങളും ചിന്തകളും, ഞാൻ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കുടുംബക്കാർ, ഈ എല്ലാം ചിന്തകളുണ്ടാണ്. ഇതിൻ്റെ ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചിന്തയൊന്നും മനസ്സിലില്ലാതെ അവസ്ഥ. ബന്ധവുമില്ല, കുടുംബവുമില്ല, ഒന്നുമില്ല, ഒന്നിലും ചിന്തയില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴാണ്, അതിനാണ് അന്ധകരണ ശുദ്ധി എന്ന് പറയുന്നത്. ഒരു ആഗ്രഹങ്ങളും ഇല്ല. അത്തരത്തിൽ പ്രയത്നിക്കുന്ന യോഗികൾക്ക് മാത്രം കൽപ്പാന്തകാലത്ത് അമൃതത്വം പ്രാപിക്കുന്നു. കൽപ്പാന്തകാലം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൽപ്പാന്തകാലമാണ്. കാരണം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങളിലൂടെ പോയിട്ട് പ്രളയം സംഭവിച്ചിട്ട് പിന്നെ ആദ്യം തുടങ്ങും. അപ്പോൾ ആ പ്രളയം സംഭവിക്കുന്ന അവസാന സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളൊന്നുമില്ല. എന്തിനാണോ ബ്രഹ്മാവ് ആ പ്രപഞ്ചം സൃഷ്ടിച്ചത് അത് 4 ഘട്ടങ്ങളിലൂടെ പുരോഗമിച്ച് ഏറ്റവും ഉയർന്ന ശാസ്ത്രീയമായ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യം, ഒരു വീട് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജോലിക്കാർക്ക് ജോലിയൊന്നുമില്ലല്ലോ. ഇപ്പം നമ്മൾ കുറേ ജോലിക്കാരെ വിളിക്കുന്നു വീട് പണിയാൻ. വീടെല്ലാം പണി കഴിഞ്ഞ് എല്ലാം ഫിനിഷ് ചെയ്യുന്നവർ 2 മണിയാകുമ്പോൾ പണിയെല്ലാം തീർന്നെങ്കിൽ, എല്ലാം തീർന്നു, ഇനിയൊന്നും ചെയ്യിക്കാനില്ലെങ്കിൽ അവർ ഫ്രീ ആണ് 2 മണിയോടെ. അവൻ്റെ ജോലി സമയം വൈകുന്നേരം 5 വരെയാണെങ്കിലും അവർ പിന്നെ ചുമ്മാ ഇരുന്നോളൂ. അതുപോലെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അതിൻ്റെ അവസാന സൃഷ്ടി മിനുക്കുപണിയും കഴിയുമ്പോൾ പിന്നെ ആരും പുനർജന്മിക്കേണ്ട ആവശ്യമില്ല. പിന്നെയുള്ളത് എല്ലാവരും പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ പോയി ജയിക്കും. എല്ലാവർക്കും ബ്രഹ്മസാക്ഷാത്കാരം. പക്ഷെ അതേ സമയം തന്നെ ചില വ്യക്തികൾക്ക് ഇതിൻ്റെ ഇടക്ക് തന്നെ ആ കൽപ്പാന്തം വരെ പോകേണ്ട ആവശ്യമില്ല. ആ കൽപ്പാന്തത്തിൽ എത്തുന്നതിനെക്കാട്ടി മുമ്പ് തന്നെ അവൻ്റെ ജോലി തീരുകയാണെങ്കിൽ അവന് വേണ്ടിക്ക് അപ്പോഴും ബ്രഹ്മസാക്ഷാത്കാരം കൂട്ടാം ആ കൽപ്പാന്തത്തിൽ. ഉദാഹരണമായിട്ട് ഒരു വീട് പണി അടക്കിയാണ്, എല്ലാവരും എല്ലാം ക്ലീനാക്കി എല്ലാം ചെയ്യുമ്പോൾ അതെല്ലാം ക്ലീനാക്കി വീട് അവസാനം എല്ലാം ഫിനിഷ് ചെയ്ത് പിറ്റേന്ന് പാല് കാച്ചേണ്ടിയാണ്.
അപ്പോൾ എത്തുമ്പോൾ ഒരു 3 മണിക്കാ തീർന്നു എന്ന് വെച്ചോ, ജോലി സമയം 5 മണി വരെയാണ്. അപ്പോൾ 3 മണിക്ക് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കെല്ലാം വെറുതെ ഇരിക്കാം. പക്ഷെ മേസ്ത്രി ചിലപ്പോൾ ഒരു 12 മണിയാകുമ്പോൾ മേസ്ത്രീൻ്റെ ജോലിയെല്ലാം തീരും. മേസ്ത്രി പറയാ ഇനിയിപ്പോൾ നിങ്ങൾ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇതെല്ലാം ക്ലീൻ ആക്കി അവിടെ ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ച് കേട്ടോ വേഗം തീർക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ മേസ്ത്രി അവിടെ ചുമ്മായിരിക്കും. കാരണം മേസ്ത്രിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. ബാക്കിയുള്ള ജോലിക്കാർക്കാണ് ക്ലീൻ ആക്കലും, അല്ലാതെ മേസ്ത്രി കയറിയിട്ട് ക്ലീൻ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ അവിടെ ഇരുന്നിട്ട് അങ്ങേർക്ക് മുക്തി ലഭിച്ച്, മറ്റവർക്ക് 3 മണിയാകുമ്പോഴേ മുക്തി ലഭിക്കുകയുള്ളൂ. അതുപോലെ പല മനുഷ്യരും ജനിക്കുന്നത് പല കർമ്മങ്ങൾ ചെയ്യാണ്. ഭൂരിപക്ഷം പേർക്ക് അവസാനം വരെ ജോലിയുണ്ട്. ചിലവർക്ക് ഇതിൻ്റെ ഇടക്ക് തന്നെ ഇനി ഇവനെ കൊണ്ട് ജനിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ മുതൽ തന്നെ ആ കൽപ്പാന്ത കാലത്ത് അമരത്വം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ കൽപ്പാന്തമാവുന്ന ആ ചക്രത്തിൽ അവൻ്റെ ജോലി കഴിഞ്ഞ് അതിൻ്റെ ഇടക്ക് ഇട്ടെറിഞ്ഞ് അവനങ്ങ് പോകും. പിന്നെ അടുത്ത യുഗത്തിലാണ് ഹൃദയയുഗം തുടങ്ങുമ്പോൾ, ആദ്യ സൃഷ്ടി തുടങ്ങുമ്പോഴാണ് പിന്നെ ജനിക്കുന്നത്. പിന്നെ ഈ യുഗത്തിലില്ല. ഹൃദയയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗത്തിൽ പിന്നെ അവനെ എവിടെ നിന്നാണോ മതിയാക്കുന്നത് പിന്നെ അവസാനം കലിയുഗം തീർന്ന് പ്രളയം കഴിയുന്നത് വരെ പിന്നെ അവന് ജനിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് വിവിക്തദേശേ ച സുഖാസനസ്ഥ ശിചി സമഗ്രീവ ശിരശരീര അന്ത്യാശ്രമസ്ഥ സകലേന്ദ്രിയാണി നിരുദ്ധ്യ ഭക്ത്യാ സ്വഗുരും പ്രണമ്യ ഹൃത്പുണ്ഡരീകം വിരജം വിശുദ്ധം വിചിന്യ മധ്യേ വിശദം വിശോകം അചിന്യമവ്യക്തമനന്തരൂപം ശിവം പ്രശാന്തമമൃതം ബ്രഹ്മയോനിം തമാദിമധ്യാന്തവിഹീനമേകം വിഭും ചിദാനന്ദമരൂപമത്ഭുതം ഉമാസഹായം പരമേശ്വരം പ്രഭും ത്രിലോചനം നീലകണ്ഠം പ്രശാന്തം ധ്യാത്വാ മുനിർഗച്ഛതി ഭൂതയോനിം സമസ്തസാക്ഷിം തമസഃ പരസ്താത്. സന്യാസാശ്രമത്തിലിരുന്ന് സ്നാനാദികളാൽ ശരീരശുദ്ധി വരുത്തുക. ഏകാന്ത സ്ഥലത്ത് തല, കഴുത്ത്, ശരീരം എന്നിവ നേരെയാക്കിയിരുന്ന് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഏകാന്തമാക്കി ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഗുരുവിനെ പൂജിച്ച് ഹൃദയത്തിൽ നിന്ന് രജോ ഗുണമകറ്റി ശോക ദുഃഖാദികൾ വെടിഞ്ഞ് ബ്രഹ്മതത്വം മനനം ചെയ്യുക. പിന്നെ ധ്യാനത്താൽ അചിന്ത്യനും അവ്യക്തനും അദ്വിതീയനും സർവവ്യാപിയും അരൂപിയും ഏകനും ചിദാനന്ദനും അത്ഭുതനും പരമേശ്വര പ്രഭുവും ത്രിനേത്രനും നീലകണ്ഠനും പ്രശാന്തനും സർവ ചരാചരനാഥനും സർവസാക്ഷിയും അവിദ്യാതീതനുമായ ബ്രഹ്മത്തെ ധ്യാനിക്കുക. എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരാൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ, ബ്രഹ്മസാക്ഷാത്കാരത്തിന് അവസരം കിട്ടുകയാണെങ്കിൽ എന്ത് വേണം? ഏതൊക്കെ ഒരു സന്യാസാശ്രമത്തിൽ. ഇത് നല്ല വിരക്തി വന്നവർക്കാണെങ്കിൽ പിന്നെ അതൊന്നുമില്ല, അവനൊക്കെ ഒന്നുമില്ല, എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയാൽ മതി. അല്ലാത്ത ഒരാൾക്കാണെങ്കിൽ ക്രമത്തിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ ഏതെങ്കിലും സന്യാസാശ്രമത്തിൽ ഇരുന്ന് സ്നാനാദികളാൽ ശരീരശുദ്ധി വരുത്തണം. അപ്പം ശരീരമെല്ലാം ഒന്ന് ശുദ്ധി വരുത്തണം. അവിടെ സന്യാസത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുളിയില്ല, ഒന്നുമില്ല. പക്ഷെ ആദ്യം അതെല്ലാം വേണം. എന്നിട്ട് ഏകാന്തമായ സ്ഥലത്ത് കഴുത്തും തലയും ശരീരമെല്ലാം നല്ല സ്ട്രെയിറ്റ് ആക്കി വെച്ചിരിക്കണം. അതായത് ഒരു ആസനത്തിലിരിക്കണം. കാരണം യോഗാഭ്യാസത്തിലൂടെ നേടാൻ വേണ്ടിയുള്ള ഒരു വഴിയും കൂടിയാണ് ഇത് പറയുന്നത്. അപ്പം നമ്മളൊരു ആസനം, പത്മാസനമോ എന്തെങ്കിലും എടുത്തിരുന്നിട്ട് കുളിച്ചെല്ലാം കഴിഞ്ഞ്, അത് കുളിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ മനസ്സിനൊരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുളിക്കുമ്പോൾ ഒരു ശാന്തത കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ശാന്തതയെല്ലാം കിട്ടി മെഡിറ്റേഷനെല്ലാം കഴിഞ്ഞ് അതിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിച്ച ഒരു വ്യക്തിക്ക് പിന്നെ കുളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആദ്യകാലത്തിൽ കുളിക്കുമ്പോൾ നമുക്കെന്ത് കിട്ടും? മനസ്സിനൊരു ശാന്തത കിട്ടും. അപ്പം ഇതെല്ലാം ട്രെയിനീസിനാണ്. ഒരു കുളിയെല്ലാം കഴിഞ്ഞ് ഏകാന്ത സ്ഥലത്തിരുന്ന് ശരീരം നേരെയാക്കിയിരുന്ന്
ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഗുരുവിനെ പൂജിച്ച് ഹൃദയത്തിൽ നിന്നും രജോ ഗുണം അകറ്റി. അപ്പം ഒരു ആശ്രമത്തിലെല്ലാം ഗുരു പറഞ്ഞു കൊടുക്കാനുണ്ടാകും, ഹെൽപ്പ് ചെയ്യാൻ ഒരു ഗുരുവെല്ലാം ഉണ്ടാവും. കാരണം ഇവരെല്ലാം ഒരു വിരക്തി 100% വിരക്തി വരികയല്ല, അവർക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നു. അപ്പോൾ ഏതെങ്കിലും ആശ്രമത്തിൽ പോയി അവിടെ ഒരു ഗുരുവിനെ കണ്ട് അവരുടെ ഉപദേശം എല്ലാം അനുസരിച്ച് ഒരു ചിട്ടയാട് കൂടി ആദ്യം ട്രെയിനിങ്, എന്നിട്ട് ഹൃദയത്തിലെ രജഗുണാദികൾ മാറ്റണം. അതായത് ദേഷ്യം, കോപമെല്ലാം ഹൃദയത്തിൽ നിന്നാണ് വിചാരങ്ങൾ ഉണ്ടാകുക, അതിനെല്ലാം നടക്കാൻ ശ്രമിക്കണം. ശോകം ദുഃഖാദികൾ വെടിഞ്ഞ്, ശോകവും പാടില്ല, ദുഃഖവും പാടില്ല, സുഖചിന്തയും പാടില്ല, ഒന്നും പാടില്ല. ബ്രഹ്മതത്വം മനനം ചെയ്യണം. ബ്രഹ്മതത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി മാറിയത്. അതിന് ഗുണവും രൂപമൊന്നുമില്ല. അതിന് ഇങ്ങനെയാണെന്ന് തോന്നി അതിൽ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ കൊണ്ട് കുറേ ജോലി ചെയ്യിപ്പിക്കുന്നു. എൻ്റെ ജോലിയെല്ലാം തീർന്നു, ഇനി എനിക്ക് ബ്രഹ്മത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇരിക്കാം, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇരിക്കാം. എനിക്കിപ്പം വികാരങ്ങളൊന്നുമില്ല, ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരു ബന്ധങ്ങളുമില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത്. ആ ബ്രഹ്മത്തെ പറ്റിയെല്ലാം നമുക്ക് സയൻസിലൂടെ പിന്നെ കാണാം. ആ ബ്രഹ്മതത്വം മനനം ചെയ്യുക. പിന്നെ ധ്യാനത്താൽ അചിന്ത്യനും അവ്യക്തനും അദ്വിതീയനും സർവവ്യാപിയും അരൂപിയും ഏകനും ചിദാനന്ദനും അത്ഭുതനും പരമേശ്വരനും പ്രഭുവും ത്രിനേത്രനും നീലകണ്ഠനും പ്രശാന്തനും സർവചരാചരനാഥനും അവിദ്യാതീതനുമായ ബ്രഹ്മത്തെ സർവസാക്ഷിയും അവിദ്യാതീതനുമായ ബ്രഹ്മത്തെ ധ്യാനിക്കുക. അപ്പം ബ്രഹ്മത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ പറയുകയാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ബ്രഹ്മത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളാണ് പറയുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടായ ആ സംഗതി നിർഗുണമാണ്, അത് അദ്വിതീയമാണ്, അത് ഏകനാണ്. അത് ദ്വയമായിട്ട് പ്രപഞ്ചമാകുമ്പോഴാണ് രണ്ടായി മാറിയത്. അതിനൊരു ഗുണവും ഇല്ല. അതിനെ തന്നെയാണ് പരമേശ്വരനെന്നും നീലകണ്ഠനെന്നും എല്ലാം പറയുന്നത്. ചിത്ത് സത്ത് ആനന്ദത്തിൻ്റെ എല്ലാം പ്രതീകമാണത്. അത് അത്ഭുതമാണ്. അത് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൽ അതില്ലാത്ത സംഗതിയില്ല. എല്ലാം അത് തന്നെയാണ്. എല്ലാ ചരാചരത്തിൻ്റെയും നാഥനാണ്. അത് അവ്യക്തനാണ്. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു രൂപവും ഭാവവും ഇല്ലാത്ത ഒരു സാധനത്തു നിന്നാണ് ഉണ്ടായെന്നാണ്. പിന്നെ അതിനെങ്ങനെയാണ് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നത്? ഒരു രൂപവുമില്ല, ഭാവവുമില്ല, ഒരു ഗുണവുമില്ലാതെ ഒരു സംഗതി ഉണ്ടായിരുന്നു, പ്രപഞ്ചമുണ്ടായി. ശാസ്ത്രലോകം അന്വേഷിക്കുന്ന ആ സംഗതി തന്നെ. അത് പിന്നെ നമ്മൾ സയൻസിലോട്ട് മനസ്സിലാക്കാം. അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിന് ഒരു സമയം തോന്നി ഒരു പ്രപഞ്ചമായി കളയാം, സുന്ദരമായ ഒരു ലോകം സൃഷ്ടിക്കാം. അത് 4 ഘട്ടത്തിലൂടെ ഉണ്ടാക്കാം: കൃതം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും മനുഷ്യരെ അതിന് വേണ്ട ആൾക്കാരെ സൃഷ്ടിക്കുന്നു, അവരിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിടുന്നു. ആ ആഗ്രഹത്തിന് പിന്നാലെ അവൻ ഓടുമ്പോൾ അവനെക്കൊണ്ട് ആ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ പുരോഗമിച്ച് അവസാനം നല്ലൊരു ലോകമുണ്ടാകുന്നു, എല്ലാം തികഞ്ഞ്. അതോടുകൂടി ഇവരുടെ എല്ലാം ജോലി തീരുന്നു, അവർ മുക്തി പ്രാപിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതിനെ പൊളിച്ചിട്ട് ആദ്യം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ലീല അത് തന്നെയാണ് ഇതെല്ലാമായി മാറിയത്. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അഹങ്കാരമെല്ലാം തീരും. കാരണം എല്ലാം അത് എൻ്റെ ഉള്ളിൽ ഓരോ ചിന്തയിട്ടാൽ ഇതൊന്നും ഞാനല്ല ചെയ്യുന്നതെന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിൽ വന്നു പോയാൽ പിന്നെ നമ്മളൊന്നുമല്ല എന്നുള്ള തോന്നൽ വരും. പക്ഷെ നമുക്കത് പറ്റില്ല. ഇത് പറഞ്ഞാലും 99.99% ആൾക്കാർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ബ്രഹ്മം അതിന് സമ്മതിക്കില്ല. കാരണം അതാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. നമുക്കൊക്കെ മനസ്സിലായി പോയാൽ പിന്നെ നമ്മളൊക്കെ ഒരുമാതിരി ഒരു തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിലൊക്കെ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കാനേ അത് അനുവദിക്കില്ല. ഓരോ ആഗ്രഹങ്ങൾ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊള്ളും. ആ ആഗ്രഹം ഉണ്ടാക്കുമ്പോഴും എന്ത് ചിന്താഗതിയാണ് നമ്മളിലുണ്ടാക്കുന്നത്? എന്നിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹമാണ്. എനിക്ക് തോന്നണം എൻ്റെ ആള് എൻ്റെ ഇത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ എല്ലാ ബ്രഹ്മം തന്നെയാണ്, അങ്ങനെ വ്യത്യാസമൊന്നുമില്ല.
അത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാകും. സയൻസിലൂടെ നമുക്ക് ബ്രഹ്മത്തെ അടുത്ത് നമ്മൾ അതിലേക്കാണ് എത്താൻ പോകുന്നത്. ചിലപ്പോൾ 1-2 മാസത്തിനുള്ളിൽ നമ്മൾ അതിലേക്ക് കിടക്കും. എന്താണ് ബ്രഹ്മം എന്നുള്ള ആ സത്യത്തിലേക്ക്, അതെങ്ങനെ പ്രപഞ്ചമായി മാറി എന്നുള്ളത്. പക്ഷെ അത് സയൻസിലൂടെ കുറച്ചും കൂടിയും ചിന്തിക്കുന്നവന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇത് ആ സയൻസ് പറയാതെ, ആ സയൻസിലൂടെ എന്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞുകൊണ്ട് പോകാതെ അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. പക്ഷെ ആർക്ക് മനസ്സിലാകും? ഈ ആഗ്രഹം നമ്മളിൽ ഇടുന്നില്ല എങ്കിൽ നമ്മളെ കൊണ്ട് ഇനി ഒരു കർമ്മവും ചെയ്യിപ്പിക്കാനില്ല എന്ന ഘട്ടം വരുമ്പോൾ നമ്മൾ ആഗ്രഹം ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളെ മനസ്സ് ശാന്തമാകും. അപ്പോഴാണ് അന്ധകരണം ശുദ്ധം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മളെ മനസ്സിൽ ഇതെല്ലാം തെളിഞ്ഞു വരും. ഇതെല്ലാം ശക്തിയാണ് ജയിപ്പിക്കുന്നത് എന്നുള്ളത് എന്നേരം തെളിഞ്ഞു വരും. അപ്പോൾ നമുക്ക് ആ സത്യങ്ങളെല്ലാം മനസ്സിൽ തെളിഞ്ഞു വരും. ആ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അതിന് അർഹതയുള്ളവർ മാത്രമേ ആ വഴിയിലേക്ക്, അതായത് ഇനി കർമ്മമൊന്നും ഇല്ലാത്തവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോയത് എന്ത് വേണം? ഇത്തരത്തിലുള്ള ബ്രഹ്മമാണ് ഇതെല്ലാമായി മാറിയത് എന്ന് മനസ്സിൽ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുക. അതായത് ആ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത്, ഞാനും ആ ബ്രഹ്മമാണ്, എന്നിലൂടെയാണ് ഓരോന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്, അതിട്ട് തരുന്നതാണ് ഈ ആഗ്രഹങ്ങളെല്ലാം, അല്ലാതെ എൻ്റേതായിട്ടൊന്നുമില്ല എന്നുള്ള ആ ബ്രഹ്മതത്വത്തെ പറ്റി തന്നെ മനസ്സ് ചിന്തിക്കാം. അതിലേ പോകാൻ പാടുള്ളൂ. ഞാനിവിടെ ഇല്ല, എല്ലാം അതിൻ്റെ വേലത്തരമാണ് എന്നുള്ള നിലയിൽ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ബ്രഹ്മത്തെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ഏതു സമയം ആ ചിന്തയിലും മനസ്സതായിട്ട് മനസ്സിനെ അതിലേക്ക് എത്തിക്കണം. അതാണ് എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്, അത് തന്നെയാണ് ഞാനായി മാറിയത്. ഈ ഒരു ചിന്തയിൽ തന്നെ മനസ്സ്, വേറെ ഒരു ഭാഗത്തേക്കും ചിന്ത പോകരുത്. അതാണ് ഇതിലേക്കുള്ള വഴി. അടുത്തതിൽ കാണാം.